വഴിയുള്ളൂ ബോധതലത്തിൽ ഈ പരിണാമം. ഇതിൻ്റെ ഏറ്റവും എളുപ്പമുള്ള വഴി, ഏറ്റവും വലിയ ഷോർട്ട് കട്ട്, വാസനയുടെ നൂലുകളെ സമർത്ഥമായി ലോകത്തെ ബന്ധിക്കാൻ ഉപയോഗിക്കുന്നതിന് പകരം തന്നെ ബന്ധിക്കാൻ ഉപയോഗിക്കുക. കീടപരിമാണത്തിൽ ഒരു പുഴുവിനെപ്പോലെ ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവുമാകുന്ന ഈ ആഹാരമെല്ലാം ആഹരിച്ചു വളർന്ന് തൻ്റെ വാസനയാകുന്ന നൂലുകൊണ്ട് തന്നെ ചുറ്റി വലിഞ്ഞ് അതിൻ്റെ കോടരങ്ങൾക്കുള്ളിൽ വിഷയചിന്തനം വെടിഞ്ഞ് തന്നെ ചിന്തിച്ച് ആ കൂടാകുന്ന ബന്ധം മുഴുവൻ പൊട്ടിച്ച് പുറത്തേക്ക് വരുമ്പോൾ പുഴുവിൻ്റെ ആകൃതി മാറി ശലഭമായിത്തീരുന്ന ആത്മവശ്യതയുടെ ദൃശ്യം. ഈ അവാന്തര പരിണാമമാണ് ദാറ്റ് ഹ്യൂമൻ മെറ്റമർഫോസിസ് വേദങ്ങൾ ചൂണ്ടിക്കാണിച്ചത്, ഉപനിഷത്തുകൾ ചൂണ്ടിക്കാണിച്ചത്, പ്രാചീനർ അവലംബിച്ചത്, ജീവിച്ചത്. കൈക്കൂലി കിട്ടിയ കാശിൽ നിന്ന് 50,000-ഓ 5 ലക്ഷമോ കൊടുത്തൊരു സീറ്റ് വാങ്ങി മക്കളെ വിട്ട് മക്കളുടെ എൻട്രൻസിലും പഠിപ്പിലുമെല്ലാം താൻ അവധിയെടുത്ത് പഠിപ്പിച്ച് മക്കളുടെ മേൽ ഇത്രയേറെ ആധിപത്യം പുലർത്തിപ്പോകുന്ന തന്തയും തള്ളയുമായി ഇന്ന് നിങ്ങൾ വിലസുമ്പോൾ, ഇന്നലെ കിലോമീറ്ററുകൾ താണ്ടി വെള്ളം ചുമന്നുകൊണ്ടുവന്ന് നനഞ്ഞ വിറക് കത്തിച്ച് ആഹാരത്തിനുള്ള പദാർത്ഥങ്ങൾ തേടിക്കൊണ്ടുവന്ന് പാചകം ചെയ്ത് അതിൽ മൂല്യമുള്ളത് മക്കൾക്ക് കൊടുത്ത് വരുന്നവർക്കെല്ലാം സേവയും പൂജയും ചെയ്ത് പറമ്പിൽ പണിയെടുക്കാൻ വന്നവനെ അതിലെ ഓരോ വസ്തുവും എൻ്റെ ആശയുടെയാണ്, അഭിലാഷത്തിൻ്റെയാണെന്നറിഞ്ഞ് രാവിലെ കാപ്പിയും പലഹാരവും, ഉച്ചയ്ക്ക് ചോറും കറിയും, 4 മണിക്ക് ചായയും, വലിക്കുന്നവനാണെങ്കിൽ ബീഡിയും വാങ്ങിക്കൊടുത്ത് അതിഥികളായി എത്തിയാൽ ഏറ്റവും നല്ല ആഹാരങ്ങൾ അവർക്ക് കൊടുത്ത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി, ഭർത്താവിൻ്റെ അച്ഛനെയും ഭർത്താവിൻ്റെ അമ്മയെയും തൻ്റെ അച്ഛനെയും തൻ്റെ അമ്മയെയും കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും എല്ലാവരെയും തൃപ്തിപ്പെടുത്തി പിന്നീടൊന്ന് വിശ്രമിക്കാനിരിക്കുമ്പോഴേ കയലുവക്കത്ത് പെൺകുട്ടിയെ കാണാനൊരുത്തൻ വന്നു എന്ന് കണ്ട് അവിടെ വിളിക്കാതെ ഇവിടെയുള്ള സ്റ്റീൽ പാത്രങ്ങളും ടംബ്ലറുകളും കഴുകിയെടുത്തും ഇവിടെ ഇരുന്ന പലഹാരങ്ങൾ എടുത്ത് പൊതിഞ്ഞ് പുറകിൽ കൂടി അവരുടെ പെരയുടെ പുറകിൽ കൂടെ മുമ്പിലിരിക്കുന്ന അതിഥി കാണാതെ അകത്തു കൊണ്ടുവച്ച് നമ്മളല്ലേ ചെയ്യേണ്ടത്, കല്യാണി നീ അവരോട് ഇരിക്കാൻ പറ, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എല്ലാം ഭംഗിയാകുമെന്ന് പറഞ്ഞ് അതും തൻ്റെ കടമയാണെന്ന് പറഞ്ഞ് സമഞ്ജസമായി നടത്തിച്ച് സന്തോഷമായി അവരെയും വിട്ട് തിരിച്ചു വന്ന് പട്ടിണിയിരുന്ന് അൾസറും ക്യാൻസറും യാതൊരു രോഗവുമില്ലാതെ അരോഗ ദൃഢഗാത്രമായി തൻ്റെ കർമ്മകലാപങ്ങൾ അത്രയും ചെയ്ത് പിന്തിരിഞ്ഞ ഒരു വലിയ ജീവിത വൃക്ഷത്തിൻ്റെ പിന്തുടർച്ചയുള്ളവരായ നിങ്ങൾക്ക് ഈ അബദ്ധം പറ്റിയതെന്തേ? These are all assumptions. These are all imaginations. These are all fictions. അന്നൊരാചാര്യനും ഓം ടെക്നിക്കും കീ ടെക്നിക്കും ടെക്നിക്കും ഒന്നും കാണിച്ചില്ല ഈ അനുഭൂതിക്ക്. ഒരമ്മയും ഈ അനുഭൂതി കിട്ടാൻ തലയും കുത്തി നിന്നുമില്ല. മാന്യമായൊരു തിരിച്ചുപോക്കിന് തയ്യാറുണ്ടെങ്കിൽ ഇത് അനുഭവിക്കാം. രാജപാതയിലൂടെ, രാജകീയ പ്രൗഢിയോടെ. ഇല്ലാതെ ഇത് ലഭ്യമല്ല.